ഹായ്. ചോറ് കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് പൊറോട്ട. പൊറോട്ട നമ്മൾക്ക് നല്ല രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ വീഡിയോ ഒരു അല്പം ലെങ്തിയാണ്. ഇതിനകത്ത് ഞാനൊരു ചെറിയ ഒരു 10 ടിപ്സുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് പാലിച്ച് പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായ നല്ല ലെയറായിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് പൊറോട്ടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഞാനിവിടെ 2 കിലോ മൈദയാണ് എടുത്തേക്കുന്നത്. മൈദ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നല്ല ബ്രാൻഡ് മൈദ എടുക്കുക. ഈ ലോക്കൽ മൈദ മേടിക്കാതിരിക്കുക. കാരണം ലോക്കൽ മൈദ വാങ്ങി നമ്മൾ പൊറോട്ട വീശുമ്പോൾ നല്ല രീതിയിൽ വീശിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ മൈദ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് മൈദ വാങ്ങുക. ചക്ര മൈദയോ അതല്ലെങ്കിൽ ഐസ് മൈദ എന്നൊക്കെ പറഞ്ഞ് മൈദകൾ വരുന്നുണ്ട്. ചക്ര മൈദ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള മൈദയാണ് പൊറോട്ടയ്ക്ക്. പിന്നെ ഞാൻ ഇപ്പോൾ 2 കിലോ മൈദയ്ക്ക് 1 ലിറ്റർ വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വെള്ളം ചിലപ്പോൾ ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടോ വ്യത്യാസം വരാം. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്, അല്പം ഉപ്പ്, ഒരു 50 ഗ്രാം പഞ്ചസാര, പിന്നെ നമുക്കൊരു 200 ഗ്രാമോളം ഡാൾഡ വേണം. 200-250 ഗ്രാം ആയാലും കുഴപ്പമില്ല. അത്രയും തന്നെ പാം ഓയിലും വേണം. പിന്നെ ഒരു 200 ഗ്രാമോളം മൈദ വേറെ സെപ്പറേറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു 2.25 കിലോ മൈദ ഉണ്ട്. നമുക്കിത് ഏകദേശം ഒരു 40-41 ആ ഒരു കണക്കാണ് നമ്മൾക്ക് ഇത്ര മൈദ കൊണ്ട് കിട്ടുന്നത്. അതായത് 1 കിലോ മൈദയ്ക്ക് ഏകദേശം 20 പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 ലിറ്റർ പച്ചവെള്ളം നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 50 ഗ്രാം പഞ്ചസാര എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വായിൽ വെച്ച് ഒന്ന് ഉപ്പ് ടേസ്റ്റൊക്കെ നോക്കാം. ഞാൻ 2 മുട്ട ചേർക്കുന്നുണ്ട്. നമുക്ക് സോഫ്റ്റ് പൊറോട്ടയ്ക്കുള്ള രണ്ടാമത്തെ ഒരു ടിപ്സാണ് മുട്ട ചേർക്കുക എന്നുള്ളത്. അപ്പം നല്ല ലെയേഴ്സൊക്കെ കറക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് വരാനായിട്ട് മുട്ട ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ രണ്ടാമത്തെ ടിപ്സ് ഇതാണ്, മുട്ട ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 2 കിലോ മൈദയാണ് എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 40 പൊറോട്ട നമ്മൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് നല്ല രീതിയിൽ കയ്യൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ മൈദ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇതേപോലെ ഒന്ന് ഇടിച്ച് നല്ല പ്രസ് ചെയ്ത് വയ്ക്കുക. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ അതല്ലെങ്കിൽ തുണിയോ എടുത്ത് നമ്മൾക്കൊരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഷീറ്റ് എടുത്ത് മാറ്റാം. തുണി ഉപയോഗിക്കുകയാണെങ്കിൽ തുണിയുമ്പോൾ മുഴുവനും ഓയിലും അതേമാതിരി തന്നെ മൈദയൊക്കെയായി ആ തുണി പിന്നെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇതേമാതിരി ഒരു HM ഷീറ്റ് എടുത്ത് കവർ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ മൈദയാണ്. ഇതിനെ നമ്മൾ ഒന്ന് നന്നായിട്ട് തേച്ച് ഒന്നും കൂടിയും കുഴച്ചെടുക്കണം. മൈദ ഇങ്ങനെ ഒരു സ്ലാബുമ്മ ഇട്ടിട്ട് നമ്മൾക്കിതിനെ നന്നായിട്ട് ഇതേപോലെ തേച്ചെടുക്കണം. ഇത് ഒരു 8-10 പ്രാവശ്യം നമ്മൾക്ക് ഇതേപോലെ ചെയ്യണം. എന്നാലേ നമ്മളുടെ മൈദ നല്ല മയത്തിൽ കുഴഞ്ഞ് നല്ല മാവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പരമാവധി ഒരു 8-10 പ്രാവശ്യം ഇതേപോലെ തേച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 10 പ്രാവശ്യത്തോളം ഇതേമാതിരി തേച്ച മൈദയാണ്. ഇതിനെ നമുക്ക് ഇനിയൊരു വലിയ ബോളാക്കി മാറ്റി വയ്ക്കുക. ഇതേപോലെ സ്ലാബുമിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നല്ല ഇതേപോലെ ഉരുട്ടുമ്പോൾ നമ്മളുടെ ഈ മാവ് നല്ല ഷോവാക്കി നമ്മൾക്ക് നല്ല ബോളായിട്ട് കിട്ടും. അപ്പോൾ ഇതേമാതിരി ഒന്ന് ബോളാക്കുക. നമ്മൾക്കിത് എന്നിട്ട് ഈ സ്ലാബുമ്മ ഒരല്പം ഓയിൽ തൂത്തിട്ട് അതിൻ്റെ മുകളിൽ ബോൾ വയ്ക്കണം. നമ്മൾ ഓയിൽ തേച്ചില്ലെങ്കിൽ സ്ലാബുമ്മ മൈദ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾക്ക് അതിൻ്റെ മുകളിൽ കുറച്ച്
ഓയിലും കൂടി ഒന്ന് പുരട്ടി നമ്മൾ നേരത്തെ കവർ ചെയ്ത ആ ഷീറ്റ് കൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ ഇത് മൂടി വയ്ക്കണം. ഇത് മൂന്നാമത്തെ ഒരു ടിപ്സാണ്. നല്ല എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ നമ്മൾക്ക് ഇതേപോലെ കവർ ചെയ്ത് വയ്ക്കാം. ഇത് നമ്മൾക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്കതിൻ്റെ HM ഷീറ്റ് മാറ്റി ഇതിനെ നമ്മൾക്കൊന്ന് ബോള് പിടിക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാകാം. അപ്പോൾ നമ്മളുടെ മൈദയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം. നമ്മൾക്ക് ബോള് പിടിക്കാനായിട്ട് സൗകര്യത്തിനാണ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കുന്നത്. ഞാനിപ്പോൾ ഒരു ബോൾ 2 പൊറോട്ട വീശിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ബോൾസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞു 20 ബോൾസ് നമ്മൾക്ക് കിട്ടും, ഏകദേശം 40 പൊറോട്ട. അതാണ് നമ്മുടെ കണക്ക്. ഇനി നമ്മൾക്ക് ഇതിനെ ബോൾസ് ആക്കി മാറ്റാം. ഇതേപോലെ കൈയുടെ ഉള്ളിലിട്ട് നല്ലോണം ഞെക്കി നല്ല തിക്ക് ബോളാക്കി മാറ്റാം. പരമാവധി ഒരേ സൈസിലൊക്കെ വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ബോൾസിൻ്റെ വലിപ്പമൊക്കെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളുടെ ബോൾസ് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ ഏകദേശം 41 പൊറോട്ട, 20 വലിയ ബോളും ഒരു ചെറിയ ബോളുമാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ 2 കിലോ മൈദയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇത് നമ്മൾക്ക് കുറച്ച് ഓയിൽ പുരട്ടി വീണ്ടും നമ്മളുടെ HM ഷീറ്റ് വച്ച് കവർ ചെയ്ത് വയ്ക്കാം. ഇതൊരു 15 മിനിറ്റോളം ഇത് നമ്മൾക്ക് പുളിക്കാനായിട്ട് വയ്ക്കാം. ഇത് ഒരു 4ാമത്തെ ടിപ്സാണ്. നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾക്ക് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമല്ല പൊറോട്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേമാതിരി തന്നെ 1/2 കിലോൻ്റെ മൈദ ആയാലും 3-4 കിലോ മൈദയുടെ പൊറോട്ട ആയാലും സമയത്തിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ആ സമയം കൊണ്ട് നമ്മൾക്കൊരു 250 ഗ്രാം ഡാൽഡ ഒന്ന് ഉരുക്കിയെടുക്കാം. അത് ഉരുക്കിയതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു 250-300 മില്ലി പാം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബോൾസ് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല മയമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനെ ഒന്ന് വീശിയെടുക്കാൻ നോക്കാം. നമ്മളുടെ ചപ്പാത്തി പരത്തുന്ന കോലുമ്മ അതേമാതിരി തന്നെ പൊറോട്ട വീശുന്ന സ്ലാബുമ്മക്ക് അല്പം ഓയിൽ ആദ്യം ഒന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ബോളിനെ നമ്മളുടെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ ആക്കിയതിന് ശേഷം നമ്മളുടെ ചപ്പാത്തി കോലുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് പരമാവധി അത്രയും നമ്മൾക്ക് പരത്താൻ പറ്റുന്നു അത്രയും പരത്തുക. നമ്മൾ എത്രയും നന്നായിട്ട് പരത്തുന്നു അത്രയ്ക്കും നമ്മൾക്ക് വീശാനായിട്ട് എളുപ്പം കിട്ടും. അപ്പോൾ പരമാവധി നൈസായിട്ട് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിൽ തൂത്ത് കൊടുത്തിട്ട് നമ്മൾക്കിത് വീശിയെടുക്കാം. പൊറോട്ട വീശി എടുക്കുക എന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല, പെട്ടെന്ന് പഠിക്കാവുന്ന കാര്യവുമല്ല. കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നല്ല പൊറോട്ട വീശിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ ദുൽഖർ സൽമാൻ പൊറോട്ട അടിച്ച് പഠിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ആദ്യമൊക്കെ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ തെറിച്ച് ആൾക്കാർ മേത്തൊക്കെ വീണ് പിന്നെയാണ് ദുൽഖർ അതിനകത്ത് എക്സ്പെർട്ടായി മാറുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതേമാതിരി വീശിയ മൈദയുടെ മുകളിലേക്ക് അല്പം ഓയിൽ തൂത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് അല്പം മൈദ തൂവി കൊടുക്കാം. നമുക്ക് ലെയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് വരാനായിട്ടാണ് ഈ ഓയിലും ഇതേപോലെ തന്നെ മൈദയും ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മളുടെ ഒരു 5ാമത്തെ ടിപ്സാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ മൈദയോ ഓയിലോ ഇതുമ്മേ പുരട്ടാതെ ഇരുന്നാൽ നമ്മൾക്ക് ലെയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാതിരിക്കരുത്. പൊറോട്ട നിങ്ങൾ വീശി കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും അല്പം ഓയിലും അതേമാതിരി തന്നെ അല്പം മൈദപ്പൊടിയും നിർബന്ധമായിട്ടും ഇട്ട് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ലെയറായിട്ടുള്ള പൊറോട്ട ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇനി ഇതിപ്പോൾ ഞാൻ ഒരു ബോളിൽ നിന്ന് 2 പൊറോട്ട കിട്ടുന്ന രീതിയിലാണ് വീശിയെടുത്തത്. ഇനി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോളിനെ 2-3 ആക്കി വെച്ചിട്ടുണ്ടല്ലേ, 2 ആക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾക്ക് ഒരു ബോളിൽ നിന്ന് ഒരു പൊറോട്ട ഒന്ന് വീശിയെടുത്ത് നോക്കാം. ഞാൻ നേരത്തെ ഒരു ബോളിൽ നിന്ന് 2 പൊറോട്ടയാണ് റെഡിയാക്കിയത്. ഇത് ഒരു സിംഗിൾ പൊറോട്ടയുടെ ബോളാണ്. ഇതും അതേമാതിരി തന്നെ ഒന്ന് വീശിയെടുക്കാം. പരമാവധി നൈസാവുന്ന വരയ്ക്കും നമ്മൾക്കൊന്ന് വീശി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിൽ ഡാൽഡയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് തൂത്ത് കൊടുക്കാം. അതേമാതിരി തന്നെ അല്പം മൈദപ്പൊടിയും തൂവി കൊടുക്കാം. ഇത് നമ്മൾ അടുത്ത ഒരു ഒറ്റ പൊറോട്ടയായിട്ട് നമ്മൾക്ക് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾക്ക് നന്നായിട്ട് വീശാനറിയാവുന്ന, അത്യാവശ്യം വീശാനറിയാവുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ടയാണ് തയ്യാറാക്കിയത്. ഇനി വീശാനറിയാത്ത നമ്മളുടെ വീട്ടമ്മമാർക്കും മറ്റും വേണ്ടി വേറൊരു രീതി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒറ്റ ബോൾ എടുക്കുക, അതായത് 2 പൊറോട്ട ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. സിംഗിൾ പൊറോട്ടയുടെ ബോൾ എടുക്കുക, ഇതേമാതിരി പരമാവധി കോലുകൊണ്ട് നമ്മൾ പരത്തുക. അതിനുശേഷം നമ്മൾക്ക് ഇതിന്മേൽ ഓയിൽ തേച്ച് കൊടുത്തിട്ട് നമ്മൾക്കിതിനെ ഇതേപോലെ 4 സൈഡിലേക്കും പതുക്കെ പതുക്കെ ഇങ്ങനെ വലിച്ചു വയ്ക്കാം. പെട്ടെന്ന് വലിക്കരുത്, പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം വീശണ ഒരു എഫക്റ്റ് കിട്ടും. ആ വീശിയ ആ പൊറോട്ടയുടെ അതേപോലത്തെ ലെയർ പൊറോട്ട നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമ്മൾക്ക് ഓയിൽ തടവി കൊടുക്കാം. ഒരല്പം മൈദപ്പൊടി ഇട്ട് തൂത്ത് അതും നമുക്ക് ഇതേപോലെ ചുരുട്ടി വയ്ക്കുക. ഇനി വീശാൻ അറിയാത്തവർക്ക് വേണ്ടി വേറൊരു സ്റ്റൈലും കൂടി ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഒരു സിംഗിൾ ബോൾ, അതായത് ഒരു പൊറോട്ടയ്ക്കുള്ള ബോൾ എടുത്തു. അത് പരമാവധി നമ്മൾ ചപ്പാത്തി കോലുകൊണ്ട് ഇതേപോലെ പരമാവധി നമ്മൾ പരത്തി, അതിനുശേഷം ഓയിൽ വരട്ടി, അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത മാതിരി മുമ്പത്തെ പൊറോട്ടയിൽ നമ്മൾ ചെയ്ത പോലെ 4 വശത്തേക്കും ഇതിനിങ്ങനെ വലിച്ചു വയ്ക്കുക. അതിനുശേഷം അല്പം ഓയിലും കൂടി തൂക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അല്പം മൈദപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾക്കിവിടെ കത്തി കൊണ്ട് ഇതേപോലെ ചെറിയ ചെറിയ ലെയറായിട്ട് നമ്മൾക്ക് ഈ പരത്തി വച്ചിരിക്കുന്ന മാവിനെ കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഒരറ്റം എല്ലാ അറ്റം കൂടിയും ഒരുമിച്ച് നമ്മൾക്ക് ഇതേപോലെ എടുത്ത് ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ ചെയ്താലും നമ്മൾക്ക് നല്ല സോഫ്റ്റ് ലെയർ പൊറോട്ട ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് രീതിയാണ് വഴങ്ങുന്നത് ആ രീതിയിൽ പൊറോട്ട ചെയ്യുക. അപ്പോൾ നമ്മൾക്കത് മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ ബാക്കിയുള്ള ബോൾസ് എല്ലാം ഞാനിവിടെ അടിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ബോളും ഇതേപോലെ ഞാൻ വീശി പൊറോട്ട ചുരുട്ടി വയ്ക്കുകയാണ്. നമ്മൾ പരമാവധി പരത്തി അല്പം ഓയിൽ തേച്ച് വീശി നമ്മൾക്കിതിനെ മാറ്റി വയ്ക്കാം. പൊറോട്ട വീശുമ്പോൾ ചിലപ്പോൾ അല്പം പൊട്ടലൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും പ്രശ്നമാക്കണ്ട. ഒരുപാട് പൊട്ടാതിരുന്നാൽ നമ്മൾക്കിത് നല്ല നൈസായിട്ട് വീശിയെടുക്കണം, അത്രയേ ഉള്ളൂ. ആ ഇടയ്ക്ക് ഒരു പൊട്ടലൊക്കെ വന്നാൽ പ്രശ്നമൊന്നുമില്ല, പൊറോട്ടയുടെ ക്വാളിറ്റീനെ ഒന്നും അത് ബാധിക്കില്ല. പക്ഷേ കനം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കും. അപ്പോൾ നമ്മൾക്ക് ഇതേമാതിരി ചില ബോൾസൊക്കെ നമ്മൾക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു തുമ്പ് അല്പം പൊട്ടിച്ച് മാറ്റി കുറവുള്ള പൊറോട്ടയുടെ അടിയിലോട്ട് നമ്മൾക്കതിനെ തിരികെ വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾക്ക് പൊറോട്ടേനെ ഏകദേശം എല്ലാ പൊറോട്ടയും ഒരേപോലെ ആകത്തക്ക വിധത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ സ്ഥല സൗകര്യത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഒരു ട്രേയിലേക്ക് ഇതെല്ലാം വീശി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി ഇതിനെ വീണ്ടും ഒന്ന് കവർ ചെയ്യണം. ഇത് കവർ ചെയ്ത് നമ്മൾക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇത് നമ്മുടെ 7ാമത്തെ ടിപ്പാണ്. അതായത് പൊറോട്ട വീശിയതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മൾക്കൊരു ബട്ടർ പേപ്പറോ അതല്ലെങ്കിൽ HM ഷീറ്റോ വെച്ച് കവർ ചെയ്ത് വയ്ക്കാം. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് പൊറോട്ടയുടെ മോൾ വശമൊക്കെ ഡ്രൈ ആയി പോകും.
ഇനി നമ്മൾക്ക് പൊറോട്ടേനെ ഒന്ന് ചുട്ടെടുക്കാം. നമുക്ക് സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സ്ലാബും ആദ്യം അല്പം നമ്മളുടെ ഡാൽഡ ഓയിൽ മിശ്രിതം പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ വീശി വെച്ചിരിക്കുന്ന പൊറോട്ട എടുത്തൊന്ന് പ്രസ് ചെയ്തിട്ട് അല്പം ഓയിലും കൂടി തൂത്ത് കൊടുത്തിട്ട് നമ്മളുടെ ചപ്പാത്തി കോലുകൊണ്ട് ഇതേപോലെ നല്ല റൗണ്ടിൽ പരത്തിയെടുക്കാം. ഇത് ഞാൻ ഗ്യാസുമ്പോൾ നമ്മളുടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതായത് ഓയിൽ ഡാൽഡ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയതിനു ശേഷം മറിച്ചിട്ടിട്ട് പകുതി ഫ്ലെയിമിലേക്ക് നമ്മളുടെ ഫ്ലെയിം മാറ്റണം. ഇത് നമ്മളുടെ ഒരു 8ാമത്തെ ടിപ്സാണ്. ഇനി ഇതേപോലെ തന്നെ നമ്മൾക്ക് അടുത്ത പൊറോട്ടയും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം. 2-3 പൊറോട്ട ചുട്ടതിന് ശേഷം നമ്മൾക്ക് ഇത് ഒരുമിച്ച് ഒന്നിന് മുകളിലായിട്ട് വെച്ചിട്ട് ഇതേപോലെ തട്ടിയെടുക്കണം. ചൂടോടുകൂടി തട്ടിയാലേ ലെയേഴ്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളുടെ സോഫ്റ്റ് ലെയർ പൊറോട്ടയുടെ 9ാമത്തെ ടിപ്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതേമാതിരി തട്ടിയെടുക്കുമ്പോൾ കണ്ട് നമ്മുടെ പൊറോട്ടയുടെ ലെയേഴ്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ് പൊറോട്ടയുടെ 9ാമത്തെ ടിപ്സ്. ഇതേമാതിരി തട്ടിയെടുക്കുക. പിന്നെ നമ്മൾ 10ാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഘട്ടത്തിലും പൊറോട്ട പൊതിഞ്ഞ് വയ്ക്കാനായിട്ട് തുണിയോ HM ഷീറ്റോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് നല്ല ലെയർ പൊറോട്ട കിട്ടും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കിയിടുക.